ഞാൻ മോഡലിംഗ് ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ മോഡലിംഗ് ഞാനൊരു ഷോക്കൊക്കെ പോയിരുന്നു, ഒരു ഹെയറോ മാക്സിൻ്റെ ഷോയ്ക്ക്. അപ്പോൾ അതിൽ കയറി ക്ലിക്കായി ഞാൻ. ഐ മീൻ ഷോയിൽ കുറച്ച് ഫസ്റ്റ് റണ്ണർ അങ്ങനെ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു മോട്ടിവേഷൻ അല്ല, ഓക്കെ ഞാൻ എവിടെ പോകുമ്പോഴും ചോദിക്കും ഇങ്ങനെ, എനിക്ക് ഓഡീഷൻ കിട്ടുന്നോ ഇല്ലയോ, ബട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ, എനിക്ക് വരുന്നുണ്ടോ, കാരണം എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഇതിന് അഭിനയം പഠിച്ചിട്ടൊക്കെ വന്ന് ചെയ്യാനുള്ള സമയം നമുക്കില്ല. അഭിനയിക്കാനൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അവർ അഭിപ്രായം വയ്ക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ്, യു ഷുഡ് ട്രൈ എന്ന് പറയും. അപ്പോൾ പിന്നെ മോഡലിങ്ങിനുള്ളവരെന്നെ പറഞ്ഞു, യു ഹാവ് എൻ ആർട്ടിസ്റ്റിക് ഫേസ്, നീ വന്നിട്ട് ആക്ടിങ്ങിലോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇറ്റ് ഹാപ്പൻഡ്. അപ്പോൾ ഈ പൊന്നമ്പിളിയിൽ ആയിരുന്നു മാളവിക. അതിലാണ് സീരിയലിലെ തുടക്കം. അതെ, അതെല്ലാവരും ഏറ്റെടുത്തൊരു സീരിയലായിരുന്നു അത്. യുവർ ചബ്ബി ആ ടൈമിലല്ലേ കുറച്ചുകൂടെ? ആ സമയത്ത് ഞാൻ കുറച്ചുകൂടി ഗുണ്ടുമായിരുന്നു. ബട്ട് ആ പ്രോജക്റ്റ് വന്നിട്ട് ഭയങ്കര ഒരു സ്പെഷ്യലാണ്. ബിക്കോസ് അങ്ങനത്തെ ഒരു പ്രോജക്റ്റും അങ്ങനത്തെ ഒരു കാസ്റ്റിങ്ങും ആ സമയത്ത് അങ്ങനെ ഒരു കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് അതൊരു സ്പെഷ്യലായിരുന്നു. എസ്പെഷ്യലി അത് മാളവിക ഉള്ളത് കൊണ്ടാണ് കൂടുതലും അതിനൊരു, ഞാനന്ന് ഭയങ്കര ഫ്രഷാണ്, മാളവിക സിനിമയ്ക്ക് ചെയ്തിട്ടുള്ള ആളായിരുന്നു, ഞാനൊന്നും എവിടെയും ഇല്ല. അപ്പോൾ മാളവികയുടെ ഒരു ഫെയിമാണ് ആക്ച്വലി അത് എൻഹാൻസ് ചെയ്യിച്ചത്. പിന്നെ നമ്മളുടെ ഒരു കോമ്പിനേഷനും പിന്നെ കഥയുടെ രീതിയും എല്ലാം കൂടി അതൊരു നല്ലൊരു പാക്കേജ് ആയിരുന്നു. ഇപ്പോഴും മാളവികയായിട്ട് സ്റ്റിൽ ഇൻ കോണ്ടാക്ട് അല്ലേ? ഇടയ്ക്കൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യും, സംസാരിക്കും. ഇന്നലെ ഞങ്ങൾ വഴിയിൽ വെച്ച് അപ്രതീക്ഷിതമായി കണ്ടു. ലൈക്ക് ഞാൻ പാർക്ക് ചെയ്ത കാറിൻ്റെ മുമ്പിൽ അവൾ പാർക്ക് ചെയ്തിരിക്കണേ. റിയാലിറ്റി ഷോയിലോട്ട് വന്നു അല്ലേ, D4 ഡാൻസിലേക്ക്. സോ ഞാൻ എവിടേക്കോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആങ്കറിങ് രാഹുലിന്റെ ചോയ്സ് ആയിരുന്നില്ല, ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു. അതെന്തുകൊണ്ട് ആങ്കറിങ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ? ബട്ട് യു ആർ ലൈക്ക് അല്ലേ, നല്ല ആക്റ്റീവ് ആയിരുന്നു, വളരെ ത്രോയില് നല്ല ഇൻട്രോ ഒക്കെ തന്ന് വളരെ ജോളി ആയിട്ടൊക്കെയാണ് വരാറ്. സോ അത് പറയുമ്പം ആക്ച്വലി ബിലീവ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിന്റെ ആ ഷോയുടെ വൈബ് എന്ന് തന്നെ പറയുന്നത് രാഹുലിനെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഷോ. സീരിയസ്ലി ഒത്തിരി സംസാരിക്കും, അങ്ങനെയായിരുന്നല്ലോ. അതിൽ വേറെ തന്നെ ഒരു ക്യാരക്ടറാണ്. പിന്നീട് ഞാൻ ഈ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടു, ആങ്കറിംഗ് വാസ് നോട്ട് മൈ ചോയ്സ്, ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു. അത് ഞാനങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല. അപ്പോൾ പക്ഷേ എനിക്ക് ആ ചാൻസ് ഞാൻ തന്നെയാണ് ചോദിച്ചത്. ലൈക്ക് കൻ ഐ ട്രൈ എന്നുള്ളത് ചോദിച്ചത്, മാഡത്തിനോട് ചോദിച്ചത് ഞാൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ ഒന്നും തരത്തില്ല. ലൈക്ക് ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാനന്ന് അവിടെ നന്ദിനി എന്ന് പറഞ്ഞിട്ട് സീരിയലിൻ്റെ ഷൂട്ടിങ്ങിലാണ്. പ്രേതത്തിന്റെ സീരിയൽ, പ്രേതത്തിൻ്റെയും പാമ്പിൻ്റെയും പാമ്പ് കുറെ ഇങ്ങനെയല്ലേ, മൂർഖൻ സർപ്പം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പെണ്ണുങ്ങളിങ്ങനെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിലാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ബ്രേക്കിലാണ് ഇവിടെ വന്ന് ചെയ്യുന്നത്. ഞാൻ അവിടെ തന്നെ എക്സോസ്റ്റഡ് ആയിട്ടാണ് ഇവിടെ വരിക. ഇവിടെ എനിക്കൊരു പ്ലാൻഡ് അല്ല. എൻ്റെ വോയിസ് ഞാൻ ചിലപ്പോൾ തൃശ്ശൂർ സ്ലാങ്ങിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കിതിനെ പറ്റി അറിയില്ല എങ്ങനെ. അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. പിന്നെ ഷോ ഫുള്ള് നമ്മുടെ വൈബാണ് എൻഹാൻസ് ചെയ്യുന്നത്. പിന്നെ ഞാനങ്ങടെ എന്തൊക്കെ കാണിക്കുന്നതാണ്. ഇത് എനിക്ക് കിട്ടിയ റെസ്പോൺസിബിലിറ്റിയാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാനൊരു എൻ്റർടൈനർ ആണല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും മക്കളെ, ജനങ്ങളെ, ആൾക്കാരെ, ഓഡിയൻസിനെ ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യിക്കണം എന്നുള്ളൊരു തോട്ട് പ്രോസസ് കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറയാണ്. കോമഡിയാണോ ചളിയാണോ? ആരായിരുന്നു കോയങ്കർ? എലീന പിന്നീടല്ലേ വന്നത്? ആദ്യം വേറൊരു പയ്യനായിരുന്നു. പയ്യനായിരുന്നപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആര് വന്നാലും എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ എൻ്റെ ഒരു ബേസിക് നേച്ചറിൽ നിന്ന് മാറി എന്തെങ്കിലും ചെയ്താലേ അവിടെ വർക്ക്ഔട്ട് ആവുള്ളൂ. സോ അത് ഇപ്പം നമ്മളല്ലാതായിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല. ഒരുപാട് നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ട്രെയിൻ ആവും. അപ്പോൾ അവിടെ ട്രെയിൻ ആവാൻ പറ്റില്ല. ഞാൻ ട്രെയിൻ ആയി കഴിഞ്ഞാൽ ഷോ ഡൗൺ ആയി. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ ഇവിടുന്ന് പുഷ് ചെയ്ത് കാണിച്ചാണ്. കഴിഞ്ഞപ്പോൾ ദൈവമേ കഴിഞ്ഞു. ബട്ട് ആ എക്സ്പീരിയൻസ് വാസ് നൈസ്. ബിക്കോസ് അവിടെ വന്നിട്ട് ആങ്കറാണെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കാതൊന്നുമില്ല. നമ്മൾ പാട്ട് പാടണം, നമ്മുടെ ഡാൻസ് കളിക്കണം, കൂടെ ഇഴയണം, എന്തെങ്കിലും കാണിച്ച് എന്റർടൈൻ. പക്ഷെ എന്ത് പറഞ്ഞാലും അന്ന് ചെയ്യായിരുന്നു, പാടാൻ പറഞ്ഞാൽ പാടും. അതാണല്ലോ അതിനാണല്ലോ നമ്മൾ ആങ്കർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെങ്കിലും നമ്മളോട് ചെയ്യണം. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. അത് ഞാൻ ചെയ്യില്ല, അതൊന്നും പറ്റില്ല, പറയാൻ പറ്റില്ല അവിടെ. പിന്നെ നമ്മുടെ നീരവ്ജിയും പ്രിയജിയും എല്ലാവരും ഉള്ളപ്പോൾ അതൊരു എക്സ്പീരിയൻസ് വൈസ് ഇറ്റ് വാസ് നൈസ്. ബട്ട് അതൊരു കരിയർ ചോയ്സ് എൻ്റെ അല്ല. സോ ഇതിന് ശേഷം എനിക്ക് തോന്നുന്നു D4 ഡാൻസിന് ശേഷം ചെയ്ത് ചോക്ലേറ്റ് അല്ലേ? ചോക്ലേറ്റ് അല്ലായിരുന്നു അടുത്ത? ചോക്ലേറ്റ് സീരിയൽ ചെയ്തായിരുന്നു. അത് തമിഴായിരുന്നു. പക്ഷെ സൂര്യ ടിവിയിലും ഉണ്ടായിരുന്നു. അല്ല, ഡയറക്റ്റ് തമിഴ്, രണ്ട് ലാംഗ്വേജിലും ഞാൻ തന്നെയായിരുന്നു ഹീറോ. പിന്നെയാണ് അത് മാറിപ്പോയത്. പിന്നെ കോവിഡ് ഒക്കെ വന്നു. പക്ഷെ അത് ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീരിയലായിരുന്നു. നല്ലൊരു സ്ക്രിപ്റ്റ് അല്ലേ? ഒരു സെറ്റ് ഒക്കെ നിറയെ എക്സ്പെൻഡിച്ചർ ചെയ്തിട്ട് പിന്നീട് ആക്ടർ ഇൻ ബിറ്റ്വീൻ മാറുമോ അങ്ങനെ എന്തോ ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ എനിക്ക് രണ്ടും തമിഴും മലയാളത്തിലും രണ്ടിലും ഹീറോ ഞാൻ തന്നെയാണ്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ ആക്ച്വലി ഇവിടെ നിന്ന് എന്തുകൊണ്ടാണ് തമിഴ് ഇൻഡസ്ട്രിയിലോട്ട് പോയത്?
തമിഴ് ഇൻഡസ്ട്രിയിലോട്ട് ഞാൻ പോയതല്ല. എനിക്ക് കോൾ ആഫ്റ്റർ പൊന്നമ്പിൾ എനിക്ക് വന്നൊരു കോളാണ് നന്ദിനിയിൽ. അപ്പോൾ അതൊരു വലിയ പ്രൊഡക്ഷൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു അത്. പിന്നെ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല അവിടെ, പിന്നെ അവിടെയാണ് ബാക്ക് ടു ബാക്ക്. എനിക്കിപ്പോൾ എസ്പെഷ്യലി സൺ ടി വിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ നന്ദിനി ഒരു സീരിയൽ കഴിയുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി ചോക്ലേറ്റ് വരുന്നു. ചോക്ലേറ്റ് കഴിയുമ്പോൾ തന്നെ അടുത്ത് കണ്ണാനൊക്കെ പ്രോജക്റ്റ് വരുന്നു. സോ യുവ ഇൻസ്റ്റാ നെയിം ഈസ് ഓൾസോ യുവ. ആ പേര് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയില്ല, ഞാൻ ചുമ്മാ വെച്ചേക്കണാണ്. ഓക്കെ, കണ്ടിന്യൂ. അപ്പോൾ ബാക്ക് ടു ബാക്ക് എനിക്ക് സീരിയൽ വരുന്നു. അപ്പോൾ എനിക്ക് ഒരു സെർച്ച് ചെയ്യേണ്ടത് അങ്ങനത്തെ വരുന്നില്ല. ലൈക്ക് ഇവിടെ മലയാളം നോക്കണോ അങ്ങനെ വരുന്നില്ല. ബാക്ക് ടു ബാക്ക് അവിടെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഫ്ലോയിൽ ഗോ വിത്ത് ഫ്ലോ എന്ന് പറഞ്ഞ് പോകണ പോലെ പോയതാണ്.